Good morning, students. The last class we have discussed Armstrong's axioms and how to find a redundant functional dependency using Armstrong's axioms. Today we are going to discuss the closure of an attribute. What is closure of an attribute? It is the set of attributes that can be derived using Armstrong's axioms or inference rules. അതായത് എക്സ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ടിനെ എക്സ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ടിന്റെ ക്ലോഷർ കണ്ടുപിടിക്കാൻ എക്സിൽ നിന്നും വേറെ ഏതൊക്കെ ആട്രിബ്യൂട്ട്സ് നമുക്ക് ഡിറൈവ് ചെയ്യാമോ ആ ആട്രിബ്യൂട്ട്സിന്റെ എല്ലാം കളക്ഷൻ ആയിരിക്കും എക്സിന്റെ ക്ലോഷർ. Consider the functional dependency f is equal to a to b, b to c and c to d. First find the a closure. What will be a closure? A closure will be, initially a closure will be the a itself. Next, consider a functional dependency whose left hand side is present in the previous closure. So previous closure ഇവിടെ എന്താണ് a ആണ്. a മാത്രമാണ് ഉള്ള എലമെന്റ്. അപ്പൊ a ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആയിട്ടുള്ള ഏതോ ഒരു ഫംഗ്ഷണൽ ഡിപെൻഡൻസിയെ കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് a to b എന്ന് പറയുന്ന ഫംഗ്ഷണൽ ഡിപെൻഡൻസിയെ ഞാൻ കൺസിഡർ ചെയ്തു. a to b കൺസിഡർ ചെയ്താൽ we can add its right hand side to the closure. That is, now the closure a plus is equal to ab. Again, now our closure has two elements, a and b. നമുക്ക് രണ്ട് എലമെന്റ്സ് ഉണ്ട്, എയും ബിയും രണ്ട് എലമെന്റ്സ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു എലമെന്റോ അല്ലെങ്കിൽ രണ്ട് എലമെന്റ്സും കൂടി ഒരുമിച്ച് വരുന്ന ഏതെങ്കിലും ഫംഗ്ഷണൽ ഡിപെൻഡൻസി നമുക്ക് കൺസിഡർ ചെയ്യാം അടുത്തതായിട്ട്. ഇവിടെ ബി ടു സി എന്ന് പറയുന്ന ഫംഗ്ഷണൽ ഡിപെൻഡൻസിയാണ് ഞാൻ നെക്സ്റ്റ് കൺസിഡർ ചെയ്യുന്നത്. സോ ബി ടു സി കൺസിഡർ ചെയ്യുമ്പോൾ വീണ്ടും എ ക്ലോഷർ മോഡിഫൈ ചെയ്യും. എങ്ങനെ മോഡിഫൈ ചെയ്യും? അതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ദാറ്റ് ഈസ് സി കൊണ്ട് സിയും കൂടി പ്രീവിയസ് ക്ലോഷറിലേക്ക് ആഡ് ചെയ്യും. സോ എ ക്ലോഷർ ബിക്കം എ ബി സി. Again consider another functional dependency c to d. Since എന്തുകൊണ്ടാണ് കൺസിഡർ ചെയ്തത്? c is the member of the previous closure. So a closure is equal to a b c d എന്നുള്ള ന്യൂ എലമെന്റ് കിട്ടും. Now we have considered all the functional dependencies in the given fd. തന്നിരിക്കുന്ന ഫംഗ്ഷണൽ എല്ലാ എഫ് ഡിയെയും നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പൊ ഇനി നമുക്ക് എഫ് ഡിസ് ഒന്നും കൺസിഡർ ചെയ്യാനില്ല. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് എ ക്ലോഷർ കിട്ടി. എ ക്ലോഷറിന്റെ വാല്യൂ എന്താണ്? എ ബി സി ഡിയുടെ സെറ്റ് ആണ്. ഇതിന്റെ മീനിങ് എന്താണ്? എ ക്യാൻ ഫംഗ്ഷണലി ഡിറ്റർമിൻ ബി, എ ക്യാൻ ഫംഗ്ഷണലി ഡിറ്റർമിൻ എ ക്യാൻ ഫംഗ്ഷണലി ഡിറ്റർമിൻ സി ആൻഡ് എ ക്യാൻ ഫംഗ്ഷണലി ഡിറ്റർമിൻ ഡി. ഇതേ ക്വസ്റ്റ്യൻ ബി ക്ലോഷർ ആണ് തന്നിരിക്കണമെങ്കിൽ എന്ത് കിട്ടും? ബി ആദ്യം ആഡ് ചെയ്യാം. നെക്സ്റ്റ് ബി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന ഏതെങ്കിലും ഫംഗ്ഷണൽ ഡിപെൻഡൻസി ഉണ്ടോ എന്ന് നോക്കും. അങ്ങനെ ബി ടു സി എടുക്കാം. ബി ടു സി എടുക്കുമ്പോൾ എന്തിനെ ആഡ് ചെയ്യാം? സി ആഡ് ചെയ്യാം. സോ ബി സി കിട്ടി. സോ ബി സി കിട്ടിയതുകൊണ്ട് ബിയോ സിയോ ബി സി കോമ്പിനേഷൻസോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന ഫംഗ്ഷണൽ ഡിപെൻഡൻസി എടുക്കാം. സോ സി ടു ഡി എടുത്തു. സോ എന്ത് കിട്ടും? സി ടു ഡി എടുക്കുമ്പോൾ ഡിയും കൂടി ആഡ് ചെയ്യാം. സോ ബി സി ഡി എന്ന് പറയുന്ന ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ബി ക്ലോഷർ എടുക്കുമ്പോൾ. ഇനി സി ക്ലോഷർ ആണെങ്കിലോ സി ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഫംഗ്ഷണൽ ഡിപെൻഡൻസി എടുക്കണം. സി ടു ഡി മാത്രമേ ഉള്ളൂ. സിയും ഡിയും ആഡ് ചെയ്യുക, അത് മാത്രമേ ഉണ്ടാവുള്ളൂ ക്ലോഷറിൽ. വേറെ ഒരു ഫംഗ്ഷണൽ ഡിപെൻഡൻസി നമുക്ക് കൺസിഡർ ചെയ്യാനില്ല. നെക്സ്റ്റ് ഡി ക്ലോഷർ എടുത്താൽ ഇനീഷ്യൽ സെറ്റിൽ എന്തായാലും ആ സെറ്റ് തന്നെ വരും, ഡി കിട്ടും. അതല്ലാതെ വേറെ എന്തെങ്കിലും ഇതിനകത്തുണ്ടോ? ഡി ക്ലോഷർ എടുത്താൽ ഡി മാത്രമായിരിക്കും റിസൾട്ട്. ദിസ് ഈസ് ദ അൽഗോരിതം ഫോർ ഫൈൻഡിങ് ദ ക്ലോഷർ. Determining the closure of X is the set of attributes X under F. Initially, the X closure is set as the given attribute or attributes X. Then repeat all X plus is equal to X plus. Then for each functional dependency Y to Z in F, do if Y is a subset of X closure, then X closure is equal to X closure union the right hand side of the considered functional dependency until x plus is equal to old x plus. എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇനീഷ്യൽ കേസിൽ നമ്മളെ ക്ലോഷറിലേക്ക് തന്നിരിക്കുന്ന എന്തിൻ്റെയാണോ ആട്രിബ്യൂട്ട് അല്ലെ ഏത് ആട്രിബ്യൂട്ട്സുകളുടെ കോമ്പിനേഷൻസ് ആണോ ക്ലോഷർ ആണോ കണ്ടുപിടിക്കേണ്ടത്, ആ ആട്രിബ്യൂട്ട്സിനെ നമുക്ക്
ഇനീഷ്യൽ ക്ലോഷർ ഇടാം. ഇനി ആ ഇനീഷ്യൽ സെറ്റിൽ നമുക്ക് അടുത്ത ഒരു ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി കൺസിഡർ ചെയ്യാം. y2z എന്ന് പറഞ്ഞ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി കൺസിഡർ ചെയ്യുന്നു. ഈ y2z എന്ന് പറഞ്ഞ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി കൺസിഡർ ചെയ്യാൻ സാഹചര്യം എന്താണ്? ഈ y എന്തിന്റെ മെമ്പർ ആയിരിക്കണം? നമുക്ക് നേരത്തെ എടുത്ത എക്സ് ക്ലോഷറിന്റെ മെമ്പർ ആയിരിക്കണം. y ഷുഡ് ബി ദ സബ്സെറ്റ് ഓഫ് എക്സ് ക്ലോഷർ ആണെങ്കിൽ നമ്മൾ y2z എന്ന് പറഞ്ഞ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി എടുത്തു. അതുകൂടാതെ നമ്മൾ എന്ത് ചെയ്തു? എക്സ് ക്ലോഷറിലേക്ക് പ്രീവിയസ് എക്സ് ക്ലോഷറിന്റെ കൂടെ z കൂടി ആഡ് ചെയ്തു. ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് അൽഗോരിതത്തിൽ പറയുന്നത്. നെക്സ്റ്റ് വി ഹാവ് ടു കൺസിഡർ ഹൗ ടു ഫൈൻഡ് the equivalence of two functional dependencies. Suppose f and g are two FDs of a relation R. If all FDs of f can be covered from the FDs present in G, we can say that G covers F. അതായത് G എഫിലുള്ള എല്ലാ FDകൾ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി സെറ്റിലുള്ള ഓരോ FDസും G എന്ന് പറയുന്ന സെറ്റിൽ പ്രസന്റ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം G covers F. അതേപോലെ സിമിലർലി if all FDs of G can be derived from FDs present in F, we can say that F covers G. If these two conditions are true, then we can say that F is equivalent to G. That means if F covers G and G covers F, then F and G are equal. Consider the case. Show the relationship between two FD sets, a relation R2 of ABCD having two FD sets, FD1 A to B, B to C, A to C, and second FD A to B and B to C and A to D. നമുക്ക് സിമിലാരിറ്റി എന്ന് പറയുന്നത് ഇവിടുത്തെ റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്നെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആവാം, അല്ലെങ്കിൽ ഒരു FD1 കവേഴ്സ് FD2 എന്ന് കിട്ടാം, അല്ലെങ്കിൽ FD2 കവേഴ്സ് FD1 എന്ന് കിട്ടാം. എന്താണ് ഇവിടെ കിട്ടുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്കറിയാം FD1ലും FD2ലും കോമൺ ആയിട്ടുള്ള ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി നമുക്ക് റിമൂവ് ചെയ്യാം. സത്യം പറഞ്ഞാൽ A to B ഉണ്ട്, A to Bയും B to Cയും. A functionally determines B and B functionally determines C is present in both the FDs. Step 1, checking whether all FDs of FD1 are present in FD2. FD1ലുള്ള എല്ലാം FD2ലുണ്ടോ എന്നാണ് നോക്കുന്നത്. A to B ഉണ്ട്, B to C ഉണ്ട്. A to C is present in FD1 but not directly in FD2. Directly present ആണോ? അല്ല. But we will check whether we can derive it or not for F. Considering the functional dependency FD2, find a closure. A closure means A to B, A to B, B to C is present, so A, B, C, then A to D is present, so A, B, C, D. It means A can functionally determine A, B, C, D. So A to C will hold in the functional dependency FD2. FD2ൽ A to C ഓൾറെഡി ഉണ്ട്. അതല്ലാതെ തന്നെ നമുക്കറിയാം A to Bയും B to Cയും ഉണ്ടെങ്കിൽ ട്രാൻസിറ്റിവിറ്റി റിലേഷൻ അനുസരിച്ച് A to C പ്രസന്റ് ആണെന്ന്. So as all FDs in the set FD1 also hold in the set FD2, FD2 covers FD1. FD2 is the superset of FD1. Next step, checking whether all FDs of FD2 are present in FD1. A to B is the set in FD2, is present in the set FD1 also. B to C in FD2 is also present in FD1. We have to check for A to D. It's not present directly in FD1. We have to check. ലാസ്റ്റ് കേസിലെപ്പോൾ തന്നെ നമ്മൾ ഇവിടെയും എന്ത് ചെയ്യും? ഒരു ക്ലോഷർ കണ്ടുപിടിക്കും. A closure, that is നമുക്ക് എന്ത് കിട്ടും? പ്രീവിയസിന്റെ A closure എടുത്തു കഴിഞ്ഞാൽ A to B, B to C, A to C.
എ ബി സി എന്നാണ് കിട്ടുന്നത്. എ ബി സി എന്നാണ് കിട്ടുന്നത്. It means we cannot functionally determine D. So A to D will not hold in FD1. So we cannot say that FD1 covers FD2. FD1 is not a superset of FD2, or FD2 is not a subset of FD1. So in this case, FD2 covers FD1 but not FD2 doesn't covers FD1. So these two FDs are not semantically equivalent. Consider another example. A to B, B to C, AB to D, and the set G with A to B, B to C, A to C, A to D. Consider the functional dependence here. A to B, B to C, A, B to D. A to B and B to C is present in the both FDs. So we have to consider A to C and A to D. Whether A to C and A to D is present in F. First find the closure A plus. We get A, B, C, D using F. So meaning of A closure is A can functionally determine A can functionally determine B, A can functionally determine C, and A can functionally determine D also. Now we can say that F can cover G. Again check for the second case. Check AB to D can be derived from G. Find the closure of AB closure in G. AB closure is again A, B, C, D. AB to D is derived, so F covers G. Now F covers G and G covers F, so F is equivalent to G. Thank you.